സഖാവ് എം പി നസീറും സഖാവ് എസ് ആരോമലും ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വഴിത്താരകളിലൂടെ കടന്നു വരികയാണ്. സർഗവസന്തം വിരിയേണ്ട കലാലയത്തിനെ കലാപഭൂമിയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന SFIയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ ജയിൽ മോചിതരായി ഈ വഴിത്താരകളിലൂടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരികയാണ്. സർഗവസന്തം വിരിയേണ്ട കലാലയത്തിനെ കലാപഭൂമിയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന SFIയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത് ജയിലിലടക്കപ്പെട്ട AIYF കരുത്തുറ്റ സമരസഖാക്കൾ ജയിൽ മോചിതരായി ഈ വഴിത്താരകളിലൂടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരികയാണ്. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിന്റെ മണ്ണിൽ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന SFIയുടെ ജയിലിലടക്കപ്പെട്ട AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ ജയിൽ മോചിതരായി ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ നാടിന്റെ ഹൃദയധമനികളിലൂടെ കടന്നു വരികയാണ്. സർഗവസന്തം വിരിയേണ്ട കലാലയത്തിനെ കലാപഭൂമിയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന SFIയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത് ജയിലിലടക്കപ്പെട്ട AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ ജയിൽ മോചിതരായി ഈ വഴിത്താരകളിലൂടെ ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരികയാണ്. പേനയെടുക്കേണ്ട കൈകൾ കൊണ്ട് പേന കത്തിയെടുക്കുന്ന SFIയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത് ജയിലിലടക്കപ്പെട്ട AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ ജയിൽ മോചിതരായി ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ ഈ വഴിത്താരകളിലൂടെ നൂറുകണക്കിന് അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വഴിത്താരകളിലൂടെ ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരികയാണ്. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിന്റെ മണ്ണിൽ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന SFIയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത് ജയിലിലടക്കപ്പെട്ട AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ ജയിൽ മോചിതരായി ആവേശോജ്വലമായ വിപ്ലവോജ്വലമായ സ്നേഹോഷ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ നാടിന്റെ ഹൃദയധമനികളിലൂടെ കടന്നു വരികയാണ്. പേനയെടുക്കേണ്ട കൈകൾ കൊണ്ട് പേന കത്തിയെടുക്കുന്ന SFIയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത് ജയിലിലടക്കപ്പെട്ട AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ ജയിൽ മോചിതരായി ഈ നാടിന്റെ ഹൃദയധമനികളിലൂടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരികയാണ്. ദിവസങ്ങളായി അഞ്ചൽ ടൗണിലെ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് അഞ്ചൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്ത് ജയിലിലാക്കിയിരുന്ന MPയുടെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള അതായത് അയ്യൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർ പ്രകടനം ചന്തമുക്കിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അഞ്ചൽ ടൗണിലുള്ള CPIയുടെ പാർട്ടി ഓഫീസിൽ നിന്നും സർഗവസന്തം വിരിയേണ്ട കലാലയത്തിനെ കലാപഭൂമിയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന SFIയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ ജയിൽ മോചിതരായി ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ നാടിന്റെ ഹൃദയധമനികളിലൂടെ കടന്നു വരികയാണ്. സർഗവസന്തം വിരിയേണ്ട കലാലയത്തിനെ കലാപഭൂമിയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന SFIയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത് ജയിലിലടക്കപ്പെട്ട AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ സഖാവ് MB നസീറും സഖാവ് എസ് ആരോമലും ജയിൽ മോചിതരായി നൂറുകണക്കിന് ബഹുജനങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള വമ്പിച്ച പ്രകടനമാണ് ഈ വഴിത്താരകളിലൂടെ ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരുന്നത്. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിന്റെ മണ്ണിൽ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന SFIയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ ജയിൽ മോചിതരായി ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ നാടിന്റെ ഹൃദയധമനികളിലൂടെ കടന്നു വരികയാണ്. സർഗവസന്തം വിരിയേണ്ട കലാലയത്തിനെ കലാപഭൂമിയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന SFIയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത് ജയിലിലടക്കപ്പെട്ട AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ ജയിൽ മോചിതരായി ഈ നാടിന്റെ ഹൃദയധമനികളിലൂടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വഴിത്താരകളിലൂടെ കടന്നു വരികയാണ്. പേനയെടുക്കേണ്ട കൈകൾ കൊണ്ട് പേന കത്തിയെടുക്കുന്ന SFIയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത് ജയിലിലടക്കപ്പെട്ട AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ ജയിൽ മോചിതരായി ഈ നാടിന്റെ ഹൃദയധമനികളിലൂടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ കടന്നു വരികയാണ്. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിന്റെ സമാധാന അന്തരീക്ഷം
അന്തരീക്ഷം തച്ചു തകർക്കാൻ കച്ചകെട്ടിയിറങ്ങുന്ന SFIയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത് ജയിലിലടയ്ക്കപ്പെട്ട AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ ജയിൽ മോചിതരായി ഇതാ ഈ നാടിന്റെ ഹൃദയധമനികളിലൂടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരികയാണ്. AIYFന്റെ കരുത്തുറ്റ സമര നേതാക്കൾ സഖാവ് MB നസീറും സഖാവ് SR ഓമലും ജയിൽ മോചിതരായി ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ നാടിന്റെ ഹൃദയധമനികളിലൂടെ കടന്നു വരികയാണ്. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിന്റെ മണ്ണിൽ സമാധാന അന്തരീക്ഷം തച്ചു തകർക്കുവാൻ കച്ചകെട്ടിയിറങ്ങുന്ന SFIയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത് ജയിലിലടയ്ക്കപ്പെട്ട AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ ജയിൽ മോചിതരായി ഈ നാടിന്റെ ഹൃദയധമനികളിലൂടെ ആവേശോജ്വല കോട്ടകൾ തീർത്ത് ജയിലിലടയ്ക്കപ്പെട്ട AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ ജയിൽ മോചിതരായി ഈ നാടിന്റെ ഹൃദയധമനികളിലൂടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരികയാണ്. സർഗവസന്തം വിരിയേണ്ട കലാലയത്തിനെ കലാപഭൂമിയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന SFIയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത് ജയിലിലടയ്ക്കപ്പെട്ട AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ സഖാവ് MB നസീറും സഖാവ് SR ഓമലും ജയിൽ മോചിതരായി ആവേശത്തോടുകൂടി ആവേശത്തിന്റെ സ്നേഹവായ്പകൾ വാങ്ങി സഖാക്കൾ ഇതാണ് വലിപ്പാലകളിലൂടെ ഈ വാഹനത്തിൽ തൃപ്തിയിലായി കടന്നു വരികയാണ്. പേരെടുക്കേണ്ട കൈകൾ കൊണ്ട് പേന കത്തിയെടുക്കുന്ന SFIയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർത്ത് ജയിലിലടയ്ക്കപ്പെട്ട AIYFന്റെ കരുത്തുറ്റ സമരസഖാക്കൾ ജയിൽ മോചിതരായി ഇതാ ഈ വഴിപ്പാറകളിലൂടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ നാടിന്റെ ഹൃദയധമനികളിലൂടെ കടന്നിറങ്ങുകയാണ്. ജയിലറയും കള്ളക്കേസും ജയിലറയും കള്ളക്കേസും ഞങ്ങളൊത്തിരി കണ്ടവരാ ഞങ്ങളൊത്തിരി കണ്ടവരാ തളരില്ല തളരില്ല ചുവടും മുന്നോട്ട് ഇൻക്ലാബ് സിന്ദാബാദ് CPI സിന്ദാബാദ് CPI സിന്ദാബാദ് ഇപ്പോൾ അഞ്ചൽ ചന്തമുക്കിൽ പ്രകടനം സമാപിക്കാൻ പോകുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ജില്ലാ വിഷന്റെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ആഴ്ചകൾക്ക് മുമ്പിട്ട് അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിലുണ്ടായ ASF-SFI സംഘർഷത്തിൽ പോലീസ് വധശ്രമത്തിന് കേസ് എടുത്ത് ജയിൽവാസം അനുഭവിച്ചിരുന്ന AYF-ന്റെ മണ്ഡലം സെക്രട്ടറിയായ MB നസീർ, ആരോമൽ തുടങ്ങിയവർ ഇപ്പോൾ ജയിൽ മോചിതരായിരിക്കുന്നു. അതിൻ്റെ പ്രകടനമാണ് ഇപ്പോൾ ചന്തമുക്കിൽ നിന്നും ആരംഭിച്ച് അഞ്ചൽ ടൗണിൽ നിന്നും ആരംഭിച്ച് CPIയുടെ പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച് ഇപ്പോൾ അഞ്ചൽ ചന്തമുക്കിൽ സമാപിക്കുന്നത്. അതിൻ്റെ സമാപന സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ സഖാക്കളെ, നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് AESF-ന്റെ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് P. ശിവപ്രസാദിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹാക്കളെ, നമുക്കറിയാം SFI എന്ന ഗുണ്ടാ സംഘടനയുടെ ചില അതിക്രമങ്ങളിലൂടെ ജയിൽവാസം ഇന്നേക്ക് 17ാം ദിവസം അവർ ജയിൽവാസം വിട്ട് നമ്മുടെ കൂടെ വന്നതിന്റെ യോഗമാണ് ഇവിടെ നടക്കുന്നത്. ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയാനായി AYF-ന്റെ മണ്ഡലം പ്രസിഡന്റ് സഖാവ് ആദർ സജീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മൾ ഇത്തരത്തിൽ ഇവിടെ ഒരു യോഗം സംഘടിപ്പിക്കാനും നമ്മുടെ പ്രിയ സഖാക്കൾ കഴിഞ്ഞ 17 ദിവസമായി ജയിലറയിൽ കഴിയേണ്ടി വന്ന സാഹചര്യത്തെ പറ്റി എല്ലാം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ഈ വൈകിയ വേളയിൽ അതിനെപ്പറ്റി ഒരു സവിസ്തരമായ ഒരു വിശദീകരണം നൽകുന്നില്ല. എനിക്ക് ശേഷം ഇവിടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും AYF-ന്റെയും AESF-ന്റെയും സഖാക്കൾ അത് സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള AESF-ന്റെ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് P. ശിവപ്രസാദ്, നമ്മുടെ ഈ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ലിജു ജമാല്, പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് S. സന്തോഷ്, AYF-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് TS. നിതീഷ്, AESF-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ജോബിൻ ജേക്കബ്, AYF-ന്റെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സഖാവ് വിനോദ് ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, AESF-ന്റെയും AYF-ന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രവർത്തകർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട സഹാക്കളെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി AYF-ന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് വിനോദിനെ ക്ഷണിച്ചുകൊള്ളു. പ്രിയമുള്ള യോഗത്തിന്റെ അധ്യക്ഷൻ സഖാവ് ശിവപ്രസാദ്, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച സഖാവ് ആദർശ്, ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സഖാവ് ലിജു ജമാല്, AYF-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി നിതീഷ്, TS. നിതീഷ്, AESF-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ജോബിൻ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരെയും സംരക്ഷിച്ചതിന്റെ ഭാഗമായി 17 ദിവസം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് ജയിൽ മോചിതരായ AYF-ന്റെ പ്രിയപ്പെട്ട അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് MB നസീർ, സഖാവ് ആരോമല്, അതോടൊപ്പം തന്നെ AYF-ന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും AESF-ന്റെയും നേതാക്കന്മാർ, പ്രിയമുള്ളവരെ, ഇത്തരമൊരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ AYF-ഓ AESF-ഓ ഒന്നും ഒട്ടുമേ ആഗ്രഹിച്ചതല്ല.
ഒരു ഘട്ടത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുകയായിരുന്നു. കൊല്ലം ജില്ലയിലും കേരളത്തിലുമെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ എല്ലാ കലാലയത്തിലും സാധ്യമാണ്. കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിൽ, കലാലയങ്ങളിൽ സംഘടിപ്പിക്കുന്നത് പുതുമയുള്ള, തെളിമയുള്ള, രാഷ്ട്രീയ ശുദ്ധിയുള്ള, നമ്മുടെ രാഷ്ട്രത്തിന്റെ നവനിർമ്മിതിക്ക് വേണ്ടി നന്നായി കഴിയുന്ന വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നതിനും ആ ക്യാമ്പസിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനുമെല്ലാം തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിൽ അനിവാര്യമാണ്. ഈ കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലും കേരളത്തിലെ സമാന സ്വഭാവമുള്ള കലാലയങ്ങളിൽ AISF തെരഞ്ഞെടുപ്പ് മുതൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് AISF മാറുന്ന സാഹചര്യം. അങ്ങനെ മാറി വന്നപ്പോൾ ചില ആളുകൾക്ക് ദഹിക്കുന്നില്ല. അവർ ക്യാമ്പസുകളെ അരാജകത്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ക്യാമ്പസുകളിൽ ആക്രമണം ഉണ്ടാക്കുന്നതിന് വേണ്ടി, തങ്ങൾ മാത്രം ക്യാമ്പസുകളിൽ മത്സരിച്ചാൽ മതിയെന്ന അലിഖിതമായ നിയമം ഈ കേരളത്തിലെയും കൊല്ലം ജില്ലയിലെയും ക്യാമ്പസുകളിൽ നടപ്പിലാക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥിയായി ഈ കൊല്ലം ജില്ലയിലെ ക്യാമ്പസുകളിൽ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം മാറി. വേറെ ആരും ഇവിടെ പ്രവർത്തിക്കണ്ട. ആരെങ്കിലും മത്സരിക്കാൻ തീരുമാനിച്ചാൽ, പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അവരെ ശാരീരികമായി, കായികമായി നേരിടുക, അവരെ ആക്രമിക്കുക, അവരെ ഒളിവിലും തെളിവിലും നിന്ന് ആക്രമിക്കുക. ആരും ഇവിടെ മത്സരിക്കണ്ട എന്ന നിയമം SFI എന്ന വിദ്യാർത്ഥി സംഘടന തീരുമാനിക്കുക. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അത് ഇവിടെ നടക്കുകയല്ല. ഈ ക്യാമ്പസുകളിൽ എല്ലായിടത്തും AISF മത്സരിക്കാൻ തീരുമാനിച്ച് മത്സരിക്കാൻ വന്ന AISFന്റെ സഖാക്കളെ ക്രൂരമായി തല്ലിച്ചതച്ചു പല ക്യാമ്പസുകളിലും. ആ മത്സരിക്കാൻ വന്ന വിദ്യാർത്ഥി സഖാക്കൾ അവരെയാണ് ആക്രമിച്ചത്. അവരെ ആക്രമിച്ചപ്പോൾ ആ ആക്രമണം ഏറ്റുവാങ്ങിക്കൊണ്ട് വിദ്യാർത്ഥികൾ, അഞ്ചലിലുണ്ടായ ഈ SC കോളേജിലടക്കമുണ്ടായ വിഷയം എന്താണ്? അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചു, നോമിനേഷൻ കൊടുത്തു. അവിടെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. AISFന്റെ മണ്ഡലം സെക്രട്ടറി അടക്കം ക്രൂരമായി വർദ്ധിക്കുന്നു. അവരെ ഇവിടുത്തെ ആശുപത്രിയിൽ ചികിത്സക്കായി കൊണ്ടുപോകുന്നു. ആ ആശുപത്രിയിലും കയറി ആക്രമിക്കുന്നു. എല്ലാം ചെയ്തിട്ട് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങി AISFും AIYFും ഈ നാട്ടിൽ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അത് ഇവിടെ നടക്കുകയല്ല. പ്രതിരോധത്തിന്റെ ഏത് കോട്ടയും AIYF തീർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. AISF തീർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരടി കൊണ്ടാൽ മറുകരണം കാണിക്കാൻ ഞങ്ങൾ ഗാന്ധിയൻ സംസ്കാരത്തിന്റെ പിന്മുറക്കാരല്ല. ക്യാമ്പസുകളിൽ സർഗവസന്തം വിരിയണമെന്നും സർഗാത്മകമായ ക്യാമ്പസുകളാണ് ഈ കേരളത്തിലും കൊല്ലം ജില്ലയിലും വേണമെന്ന രാഷ്ട്രീയ ധാരണ വെച്ചു പുലർത്തി സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ് AISFുകാർ. അവിടെ ഞങ്ങളെ മത്സരിക്കാൻ അനുവദിക്കുകയല്ല, സംഘടനാ പ്രവർത്തനം നടത്താൻ അനുവദിക്കുകയല്ല. അവരെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ അടിയും കൊണ്ടുകൊണ്ട് പോണോ? നടക്കുകയല്ല. അങ്ങനെ ഞങ്ങളെ വഴിയിലിട്ട് ആക്രമിക്കുന്നു, ക്യാമ്പസിനകത്ത് ആക്രമിക്കുന്നു. അതും പോരാഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ അവിടെയും ഞങ്ങളെ ഇട്ട് ആക്രമിക്കുക. ഇതെന്തൊരു സംഘടനയത്? SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ ഞാൻ ആക്ഷേപിക്കാൻ ഒരുങ്ങുന്നതേ ഇല്ല. പക്ഷേ ആ സംഘടനയുടെ വർത്തമാനകാലത്തെ പതികൾ, അത് നയിക്കുന്നവർ, അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ മനോഭാവമാണ് മാറ്റപ്പെടേണ്ടത്. നിങ്ങളുടെ മുദ്രാവാക്യത്തോട് സമരസപ്പെടാൻ, നിങ്ങളുടെ മുദ്രാവാക്യത്തോട് അല്പമെങ്കിലും നീതി പുലർത്താൻ നിങ്ങൾ രാഷ്ട്രീയമായ മര്യാദ കാണിക്കണം. നിങ്ങൾ ആ മര്യാദ കാണിച്ചില്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും യുവജന സംഘടനയും ഈ കാളികൂടി സംഘത്തെ നിയന്ത്രിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇതുപോലെ തെരുവിൽ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതെന്തൊരു വിദ്യാർത്ഥി സംഘടനയാണ്? ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമല്ല കേരളത്തിലും കൊല്ലം ജില്ലയിലും അഞ്ചലും ആവശ്യം. ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ വർത്തമാനകാലത്ത് ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ ചരിത്രമെല്ലാം പരിശോധിക്കപ്പെട്ടാൽ ബഹുരസമാണ്.
ഇതിന്റെ സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തനത്തിന്റെ നേതൃനിരയിലിരിക്കുന്ന സഖാക്കൾ മുതൽ താഴേക്ക് മണ്ഡലം തലത്തിൽ യൂണിറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്നവരുടെ എല്ലാം ചരിത്രം പരിശോധിക്കപ്പെട്ടാൽ നല്ല ചരിത്രമാണ്. ഞാൻ അതിന്റെ കൂടുതലായ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞങ്ങൾക്ക് സംശയമുണ്ട്, ഈ ക്യാമ്പസുകളെ ഇങ്ങനെ അരാജകത്വവൽക്കരിക്കപ്പെട്ട് ക്യാമ്പസുകളിലെ സഖാക്കളെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ ക്യാമ്പസുകളിൽ നിന്ന് ആട്ടിപ്പായിച്ചിട്ട് നിങ്ങൾ എന്തുതരം വിദ്യാർത്ഥി പ്രവർത്തനമാണ് ഇവിടെ നടത്താൻ പോകുന്നത്? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്, 5 പിടിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം. MDMA അല്ല, തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പോലെയാ AIDMK എന്ന് പറയുന്ന പോലെ ഈ സാധനം MDMA. ഇതടിച്ച 24 മണിക്കൂറും ആനയുടെ പവറ അറിയത്തില്ല. ഈ സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നിറം കൊണ്ടോ മണം കൊണ്ടോ പുറത്താർക്കും അറിയില്ല. ഇതിന്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത അനുഭവം കൊണ്ട് ഞാൻ പറയുക. അപ്പോ ഇതടിച്ച ഇരട്ടി പവറ. ഇങ്ങോട്ട് വന്ന ആരാണെന്ന് അറിയില്ല. അച്ഛനാണോ അമ്മയാണോ ചേട്ടനാണോ അനുജനാണോ എന്നറിയാത്ത സാഹചര്യമാണ്. ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇവന്മാർ ഇതിന്റെ എല്ലാം അടിമപ്പെട്ട് നിൽക്കുകയാണോ എന്ന്. കാരണം ഈ ക്യാമ്പസുകളിൽ വർഗീയവാദ പ്രവർത്തകർക്കെതിരായി വർഗീയ സംഘടനകൾക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിന്റെ മാനവികമായ പ്രത്യയശാസ്ത്രത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ മര്യാദ പോലും കാണിക്കാതെ AISF-നെ മർദ്ദിക്കാൻ തീരുമാനിച്ചാൽ ഈ ആളുകളെല്ലാം ഇതിന് അടിമപ്പെട്ടവരാണോ എന്ന് ഞങ്ങൾ സംശയിച്ചാൽ, അല്ലെങ്കിൽ പൊതുജനം സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയോ? കഴിയല്ല. നിങ്ങൾ ഏതെങ്കിലും വേറെ വർഗീയവാദ സംഘടനകളുമായി എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിക്കുക. ഇപ്പോ ഈ കാലത്ത് ഒരാളുമായിട്ടും നിങ്ങൾ യാതൊരു തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല. KSUമായിട്ടുണ്ടാകുന്നില്ല, ABVP-യുമായിട്ടുണ്ടാകുന്നില്ല, മറ്റ് വർഗീയ സംഘടനകളുമായി ഒന്നുമേ നിങ്ങൾ ആക്രമണം ഉണ്ടാകുന്നില്ല. നിങ്ങൾ കൊല്ലം ജില്ലയിൽ കേരളത്തിൽ AISF-നെ മാത്രം എന്തിനാണ് ഇങ്ങനെ കോട്ട് ചെയ്യുന്നത്? AISF-ന്റെ പ്രവർത്തനത്തെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നത്? ഞങ്ങളുടെ പ്രവർത്തനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള നില നിങ്ങൾ എന്തിനാണ് സ്വീകരിക്കുന്നത്? നിങ്ങളാണോ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം പിന്തുടരുന്നത്? നിങ്ങളാണോ ഈ മാനവികമായ പ്രത്യയശാസ്ത്രം മുന്നിൽ കണ്ടുകൊണ്ട് നാട്ടിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത്? നിങ്ങളാണോ? ഞങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾ വേറെ ആരുടെയെങ്കിലും ആരാചാരന്മാരായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം ഞങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ AISF-നെ പിന്മാറണമെന്ന് AIYF-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും AISF-ഉം എല്ലാം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഈ നില സ്വീകരിക്കരുത്. നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ വലിയ വിപത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലഹരിക്ക് അടിമപ്പെട്ട് മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ ഒന്നുമേ തിരിച്ചറിയാതെ, അവരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കാതെ, അവരെ മത്സരിക്കാൻ അനുവദിക്കാതെ, അവരെ ആക്രമിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഇത് ഈ നാടിന് ഭൂഷണമായിരിക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. 1936 രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന്റെ പോരാട്ട ഭൂമികയിൽ പിറന്നു വീണ പ്രസ്ഥാനമാണ് AISF എന്ന ധാരണ നിങ്ങൾക്കുണ്ടാകണം. അല്ലാതെ 80-ലോ 64-ലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ പിൻപറ്റിയുണ്ടായ സംഘടനയല്ല ഈ പ്രസ്ഥാനം. ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികളിൽ പിറന്നു വീണ ഒരു മഹാപ്രസ്ഥാനത്തെയാണ് നിങ്ങളിങ്ങനെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നത് എന്ന ധാരണ നിങ്ങൾക്കുണ്ടാകണം. ആ ധാരണ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന ആലയങ്ങൾ, ലാവണങ്ങൾ, നേതാക്കന്മാർ, നിങ്ങളെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന നേതാക്കന്മാർ ഈ കുട്ടികളോട്, ഈ കുഞ്ഞുങ്ങളോട് രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കണം. അതെങ്ങനെ കഴിയാ? അമ്മ വേലി ചാടിയ മോൾ മതിലാടി. ഇപ്പൊ സ്ത്രീപക്ഷം ഒന്നും ആരും പറയല്ലേ, ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞതേ ഉള്ളൂ. അമ്മ വേലി ചാടിയ മോൾ മതിലാടി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇവിടെ നിന്നെല്ലാം നിയന്ത്രിക്കുന്ന ആളുകൾ, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഈ സംഘടനകളെല്ലാം നിയന്ത്രിക്കുന്ന ആളുകൾ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് അത്തരക്കാരെല്ലാം ഈ രാഷ്ട്രീയം പോലും അറിയാതെ മറ്റ് സംഘടനകൾ പ്രവർത്തിക്കുന്നതിനെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഫാസിസ്റ്റ്വാദ സംഘടനയുടെ ലക്ഷണമാണ്. നിങ്ങളുടെ പേര് തന്നെ മാറ്റണം. നിങ്ങളിങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പേര് തന്നെ മാറ്റണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. SFI എന്ന പേര് നിങ്ങൾ മാറ്റണം. നിങ്ങൾ ആ പേര്
നിങ്ങളുടെ പേരോ നിങ്ങളുടെ മുദ്രാവാക്യമോ ഒരിക്കൽ പോലും നിങ്ങൾക്ക് കൊണ്ടു നടക്കാനുള്ള യോഗ്യത ഇല്ല. സമീപകാലത്തോ വർത്തമാനകാലത്തോ ഈ സംഘടനയ്ക്ക് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് AIS പറയുന്നത്, AIYF പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാം പറയുന്നത് ക്യാമ്പസുകളിൽ ഏകവാദ രാഷ്ട്രീയ പ്രവർത്തനമല്ല, സംഘടനാ പ്രവർത്തനമല്ല വേണ്ടത്. ക്യാമ്പസുകളിൽ എല്ലാ സംഘടനകളും പ്രവർത്തിക്കാനുള്ള അവസരം വേണം. എല്ലാ സംഘടനകൾക്കും മത്സരിക്കാനുള്ള അവസരം ഉണ്ടാകണം. ആ അവസരത്തെ എല്ലാം ഇല്ലാതവൽക്കരിച്ചുകൊണ്ട് ഫാസിസ്റ്റ്വാദ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന സംഘടനകളുടെ ലക്ഷണമാണ് SFI. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് സമീപകാലത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ നിന്ന് SFI മാറണം. മാറിയില്ലെങ്കിൽ മാറാൻ വിധിക്കപ്പെട്ടവർ, അതിനെ നിയന്ത്രിക്കുന്നവർ ആ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ പരമാവധി ഇത്തരം പ്രവർത്തനങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. കമ്മ്യൂണിസ്റ്റുകാർ, AIYFകാർ, AISFകാർ പഠിക്കുക, പോരാടുക എന്ന മുദ്രാവാക്യമാണ് AIS മുൻപോട്ട് വെക്കുന്നത്. ആദ്യം നിങ്ങൾ പഠിക്ക്, പിന്നെ നിങ്ങൾ അവകാശത്തിന് വേണ്ടി പോരാട് എന്നത് AISFന്റെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാണ് AISFകാർ. ആ മുദ്രാവാക്യത്തെ സംരക്ഷിക്കുന്നവരാണ് AISFകാർ. ആ മുദ്രാവാക്യത്തെയും ആ പ്രത്യയശാസ്ത്രത്തെയും പിന്തുടരുന്നവരാണ് വർത്തമാനകാലത്ത് AISFകാർ. അതുകൊണ്ടാണ് AISFകാർ ആരെയും അങ്ങോട്ട് പോയി ആക്രമിക്കാതിരിക്കുന്നത്. ഇങ്ങോട്ട് ആക്രമണം ഇങ്ങനെ തുടർ പരമ്പരയായി വരുമ്പോ നമുക്ക് പ്രതിരോധിക്കേണ്ടി വരും. ഇപ്പോ അഞ്ചലുണ്ടായ വിഷയത്തിന്റെ ഭാഗമായി ഞങ്ങൾ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചു, രാഷ്ട്രീയപരമായി നേരിടാൻ തീരുമാനിച്ചു. അതിനുശേഷം ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ പോലും സമ്മതിക്കാതെ അതിനെ അലങ്കോലപ്പെടുത്താൻ വന്നാൽ ഞങ്ങൾക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധ്യമാകില്ല. സംശയമൊന്നും വേണ്ട. അതിപ്പോ AIYFന്റെ നേതാവ് പൊതുയോഗത്തിൽ വന്ന് ഇന്നിങ്ങനെ പ്രസംഗിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഞങ്ങൾ മര്യാദയുടെ, ഞങ്ങൾ സഹനത്തിന്റെ, ക്ഷമയുടെ എല്ലാം നെല്ലിപ്പലകയും കടന്നാണ് ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. അങ്ങോട്ട് പോയി ആക്രമിക്കാതെ, ആക്രമണങ്ങൾ പലതവണ ഏറ്റുവാങ്ങിയിട്ടും അത് കൊണ്ടുപോയിട്ട് തിരിച്ച് ഒന്നുപോലും മർദ്ദിക്കാതെ നിയമപരമായും രാഷ്ട്രീയപരമായും അതിനെ നേരിടാൻ തീരുമാനിച്ച് പ്രവർത്തിച്ചു വരുമ്പോ വീണ്ടും ഞങ്ങളെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? പിന്നെയും ആക്രമിക്കാൻ തീരുമാനിച്ച അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് AIYFകാർ, AISFകാർ, കമ്മ്യൂണിസ്റ്റുകാരെല്ലാം നാട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള അരാജകത്വം ഉണ്ടാകണമെന്നോ, ക്യാമ്പസുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള അരാജകത്വം ഉണ്ടാകണമെന്നോ, ആക്രമണം ഉണ്ടാകണമെന്നോ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെയും ഈ സംഘടനാ പ്രവർത്തനത്തിന് ഞങ്ങളെ നിയന്ത്രിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുമെല്ലാം ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നതല്ല, നിങ്ങളുടെ രാഷ്ട്രീയമല്ല പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഞങ്ങളെ നിയന്ത്രിക്കുന്നത് അങ്ങനെയുമല്ല. ഈ കേരളത്തിലും ലോകത്തിന് തന്നെ മാതൃകയായ സമാരാധ്യന്മാരായ നേതാക്കന്മാർ നടന്നുപോയ വഴികളിലൂടെ കടന്നു വരാൻ തീരുമാനിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾ എത്ര കണ്ട് ആക്രമിക്കാൻ തീരുമാനിച്ചാൽ, നിങ്ങൾ എത്ര കണ്ട് അടിച്ചൊതുക്കാൻ തീരുമാനിച്ചാൽ, ഈ വെള്ളയും ചുവപ്പും കലർന്ന AISF എന്ന ത്രിവർണ്ണ പതാക കേരളത്തിന്റെയും കൊല്ലം ജില്ലയിലെയും അഞ്ചലിലെയും കോളേജുകളിൽ പാറിപ്പറന്നു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതെത്രമേൽ വാനോളം ഉയർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് ഇവിടുത്തെ AISFകാരും AIYFകാരും കമ്മ്യൂണിസ്റ്റുകാരും മുമ്പോട്ട് വരും. നിങ്ങൾ എത്ര ആക്രമിച്ചാലും ഞങ്ങളുടെ സമരവീരത്തെ ഒരടി പോലും പുറകോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. കാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ട ഭൂമികയിൽ പിറന്നു വീണ ഒരു പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാർ രാഷ്ട്രീയം പഠിച്ചത് ആ നിലയാണ് എന്ന ധാരണ നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെയാണ് ഞങ്ങൾ കടന്നു വരുന്നതെന്ന ധാരണ നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ രാഷ്ട്രീയവുമായി ഒരുപാട് വ്യത്യാസമുണ്ട്. പകലും രാവും പോലെയുള്ള വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇരുട്ടിൽ നിർത്തി ഇങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനം തീരുമാനിച്ചാൽ ഞങ്ങൾ പകൽ വെളിച്ചത്തിൽ ജനതയ്ക്ക് മുമ്പിൽ, നാടിനു മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ അത് തുറന്നു കാട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ തുറന്നു കാട്ടുന്നതിന്റെ ഭാഗമായി ഞങ്ങളുടെ സഖാക്കൾ എത്ര ദിവസം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടാലും, ഞങ്ങളുടെ സഖാക്കളെ നിങ്ങൾ എത്രമേൽ ആക്രമിക്കാൻ തീരുമാനിച്ചാലും ഒരടി ഞങ്ങൾ പിറകോട്ട് പോകില്ല. നിങ്ങളുടെ ധാരണ അധികാരത്തിന്റെ ആടയാഭരണങ്ങളുണ്ട് നിങ്ങൾക്കിപ്പോൾ.
നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ചില പോലീസ് സേമാന്മാരുണ്ട്, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഞങ്ങൾക്ക് അതൊന്നും വേണ്ട കേട്ടോ. ഞങ്ങൾക്ക് അധികാരത്തിന്റെ ഒരാടഹഭരണവും വേണ്ട. ഞങ്ങൾ ജനമധ്യത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അഞ്ചലിലെ ചില കൊച്ചുകുട്ടികളുണ്ട്, SFIയുടെയൊക്കെ ചില കൊച്ചുപിള്ളേർ. ഇപ്പൊ മാത്രമല്ല, കഴിഞ്ഞ കുറെ നാളുകളായി അവർ വോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാവ് പുനലൂരിന്റെ ജനകീയനായ MLA സഖാവ് PS സുബാലിനെയാ. എന്താ പറയുന്നേ? അണ്ണൻ നിയന്ത്രിക്കുന്നു. അണ്ണൻ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളൊക്കെ നിന്നു പോകുന്നതെന്ന ധാരണ നിങ്ങൾക്ക് വേണം. മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾ ആരെയാണ് ഇല്ലാ കഥകൾ പറഞ്ഞ് ആക്ഷേപിക്കാൻ തീരുമാനിക്കുന്നത് ധാരണ കൂടി നിങ്ങൾക്ക് വേണം. കേരളത്തിലും കൊല്ലം ജില്ലയിലും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിച്ച് തെരുവിലി പ്രസ്ഥാനത്തിനെ സമരസംഘടനയായി വരുത്തുന്നതിന് ചോര ചിന്തിയ പ്രിയപ്പെട്ട സഖാവാണ് സഖാവ് PS സുബാൽ. ആ സഖാവിനെയാണ് നിങ്ങൾ ആക്രമിക്കുന്നത് ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ. ഞങ്ങൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. അതിനൊക്കെ ജനങ്ങൾ മറുപടി പറയുന്നുണ്ട്. ജനങ്ങൾ മറുപടി പറഞ്ഞോളും. അങ്ങനെ ഈ പ്രവർത്തനത്തെയും ഈ പ്രസ്ഥാനത്തെയും AISFനെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തു സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ AIYF പ്രതിജ്ഞാബദ്ധമാണ്, AISF പ്രതിജ്ഞാബദ്ധമാണ്, കമ്മ്യൂണിസ്റ്റുകാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിന്റെ പേരിൽ 17 ദിവസം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പ്രിയപ്പെട്ട സഖാവ് MB നസീറും സഖാവ് ആരോമനും അവർ കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടി ഇവിടെ പൊതുജനത്തിന് മുമ്പിൽ സമരസംഘടനയായി ഈ പ്രസ്ഥാനത്തെ വളർത്താൻ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകും. ഒരു സംശയം വേണ്ട. 17 ദിവസം അവരെ ജയിലിലടയ്ക്കാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ പിള്ളേരെ തല്ലിയാൽ ഞങ്ങളുടെ കൊടി മടക്കി വെച്ച് ആഫീസിൽ കയറി ഇരിക്കുമെന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ധാരണ അങ്ങ് ഭരണം കാണിച്ച് വെച്ചിട്ട് ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്താൻ ഇടപെടണമെന്ന് മാത്രം പറഞ്ഞ് ഇവിടുത്തെ രാഷ്ട്രീയത്തെയോ അഞ്ചലിലെ പൊതുരാഷ്ട്രീയത്തെയോ പൊതുജനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും AISFോ AIYFോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ വരുത്തിവെച്ച വിലയല്ല. ഈ കാളികൂടി സംഘടനകൾ, ഈ തെമ്മാടിക്കൂട്ടങ്ങൾ, ഇതിനെ നിയന്ത്രിക്കാൻ വിധിക്കപ്പെട്ടവർ അത് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെല്ലാം ഉണ്ടായതെന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഈ പ്രിയപ്പെട്ട സമരസഖാക്കൾ AIYFന്റെ കരുത്തുറ്റ AIYFന്റെ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് സഖാവ് MB നസീർ. ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. വളരെ ദീർഘനാളത്തെ സംഘടനാ പ്രവർത്തനത്തിന്റെ വഴികളിലൂടെ കടന്നു വന്നയാളാണ് സഖാവ് MB നസീർ. അതോടൊപ്പം സഖാവ് ആരോമൽ AIYFന്റെ മണ്ഡലം സഹഭാരവാഹിയാണ്. ആ സഖാവും ഒരു ജനപ്രതിനിധിയാണ്, ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. ഇവരെല്ലാം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായി നിൽക്കുന്ന സമരസഖാക്കളാണ്. അവർ പിടിക്കുന്നത് നീലയും ചുവപ്പും കലർന്ന നക്ഷത്രാങ്കിത ത്രിവർണ്ണ പതാകയാണ്. ആ പതാക ഇവിടെ ഇനിയും ഉയർത്തിക്കെട്ടാൻ AISFനെ സംരക്ഷിക്കാൻ ഈ 17 ദിവസത്തെ കാരാഗ്രഹവാസം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇടിവ് സംഭവിക്കുമെന്ന് നിങ്ങൾ ധരിച്ചാൽ കൂടുതൽ കരുത്തോടുകൂടി അവർ ഈ സമര സംഘടനയെ വളർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ യോഗം, ഇങ്ങനെ ഒരു യോഗം ഉണ്ടാക്കാൻ, ഇങ്ങനെ ഒരു യോഗം നടത്താൻ, ഇങ്ങനെ മൈക്ക് കെട്ടിവെച്ച് വർത്തമാനം പറയാനുണ്ടായ കാരണത്തിനൊന്നും ഞങ്ങൾ ബാധ്യതപ്പെട്ടവരല്ല. അതിന്റെ എല്ലാം കാരണക്കാർ മറ്റവർ മാത്രമാണ്, അല്ലെങ്കിൽ ആ സംഘടന മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് പ്രിയ സഖാക്കൾക്ക് 17 ദിവസം ജയിലടക്കപ്പെട്ട് ജയിൽ മോചിതരായി പുറത്തിറങ്ങിയ പ്രിയപ്പെട്ട സമരസഖാക്കൾക്ക് AIYFന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ കൂടി നേർന്നുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. സഖാക്കളെ, ഈ യോഗം അഭിവാദ്യം ചെയ്ത് സംസാരിക്കാനായി AISFന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് ജോബിൻ ജേക്കബിനെ ക്ഷണിച്ചുകൊള്ളു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ലിഞ്ചു ജമാൽ, AIYFന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് TS നിതീഷ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും AIBFന്റെയും AISFന്റെയും ഏറ്റവും പ്രിയപ്പെട്ട സഖാക്കൾ, ഈ യോഗം വീക്ഷിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ, ഇന്ന് ഇത്തരത്തിലൊരു യോഗം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യങ്ങളെ സംബന്ധിച്ച്
വളരെ സവിസ്തരം ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അത്തരം കാര്യങ്ങളിലേക്ക് വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ മാസം കേരള യൂണിവേഴ്സിറ്റിയുടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ ആകമാനം ക്യാമ്പസുകൾക്കകത്ത് വലിയ തോതിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്.